ഹായ്, കേരള ക്രൈം ഫയൽ സീസൺ 2. ഡയറക്ടർ അഹമ്മദ് കബീർ. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് ബാഹുൽ രമേശ്. ഹോട്ട്സ്റ്റാറിൽ റിലീസായിട്ടുണ്ട്. മൊത്തം 6 എപ്പിസോഡാണുള്ളത്. എന്താ പറയുക, ആദ്യത്തേത് കണ്ടതിന് ശേഷം ഈ രണ്ടാമത്തേത് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. സംഭവം രക്ഷയില്ലട്ടോ, സംഭവം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഒരു ഡാനിഷ് സിനിമയുണ്ട്, അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂ എന്നൊക്കെ പറയുന്നത്. അതുപോലെയൊക്കെയാണ് സംഭവം. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയിട്ടിങ്ങനെ നമ്മളിങ്ങനെ ത്രില്ലിങ് മൂഡിലിങ്ങനെ നിർത്തുന്ന ഒരു സംഭവമാണ്. അത് നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല സൂപ്പർ സ്ക്രിപ്റ്റാണ്. നമ്മളെ നല്ല പോലെ എൻഗേജ്ഡ് ആക്കുന്നുണ്ട് ഇതിൽ. പിന്നെ അവസാനത്തെ ക്ലൈമാക്സിൽ ഒരു എക്സ്പ്ലനേഷൻ ഇല്ലായ്മ ഒരു ചെറിയൊരു ഇതായിട്ട് തോന്നാം. കാരണം അത് നമുക്ക് വേണ്ടിയിട്ട് വിട്ടു തന്നേക്കാണ് ഡയറക്ടർ, നമ്മളത് ഊഹിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാത്തൊരു ഇതിൽ ഇത് വരികയാണ്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, സംഭവം അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് പറയാം, ഇത് നമ്മുടെ മലയാളത്തിലെ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂ സീരീസൊക്കെ പോലുള്ള സംഭവമാണെന്ന്. ഏതായാലും ഈ 6 എപ്പിസോഡും നമ്മൾ ഒറ്റ ഇരിപ്പിനിരുന്ന് കാണും, അത് ഉറപ്പാണ്. കാരണം എവിടെയും ഒരു ലാഗില്ല. പിന്നെ അവരുപയോഗിച്ചിരിക്കുന്ന ആ കളർ ടോൺ, അത് നമ്മുടെ ചില തമിഴ് ത്രില്ലർ സിനിമയിലൊക്കെ വരുന്ന ഒരു കളർ ടോൺ പോലത്തെ ഒരു സംഭവം, അതുകൊണ്ട് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നത്തില്ല. പിന്നെ ഓരോ സ്ഥലവും അവർ ചെയ്തേക്കുന്നത്, അതായത് ഓരോ ഷോട്ടുകൾ നമുക്കതിങ്ങനെ എന്താ പറയുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ തോന്നും, അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്കും പരിചയമുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ തിരുവനന്തപുരത്തെ പല സ്ഥലങ്ങളും അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ഇത് ചെയ്യും, നമുക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ തോന്നും, അത്രയ്ക്കും മനോഹരമായിട്ടാണ്. പിന്നെ അവരുടെ ക്യാമറ ആംഗിൾ, അതൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. പലയിടത്തും പല ഷോട്ടുകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്, നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കാണുക, നല്ല അടിപൊളി സീരീസാണ് കേട്ടോ. മലയാളത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സീരീസ് തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് കാസ്റ്റിംഗ് ആണ് കേട്ടോ. ഒരു വലിയ കാസ്റ്റിംഗ് ക്രൂ ഇതിനകത്തുണ്ട്. ലാൽ സാറ്, അജു വർഗീസ്, അരിസ്റ്റേ അശോകൻ, ഇന്ദ്രൻസ്. പക്ഷേ പെർഫോമൻസ് ഒരു രക്ഷയില്ല, എല്ലാവരും നല്ല അടിപൊളി പെർഫോമൻസാണ് ചെയ്തേക്കുന്നത്. അതിപ്പോൾ ഇതിൽ വന്നേക്കുന്ന ചെറിയ ചെറിയ ഇത് ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്, സൂപ്പറാണ്. പിന്നെ നിങ്ങൾ പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, വീട്ടിൽ ഡോഗൊക്കെ ഉള്ളവരാണെങ്കിൽ, നമ്മൾ ഇത് കണ്ടു കഴിയുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് അതുമായിട്ടൊരു ഇതുണ്ടാവും, ഒരു കണക്ഷൻ ഉണ്ടാവും നമുക്ക്. ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഈ ത്രില്ലറൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കാണുക. നല്ല സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ബൈ.